വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ബാക്ക് ടു സ്കൂൾ ഷോപ്പിംഗ് ആണ്. അപ്പോൾ നാളെയാണ് സ്കൂൾ തുറക്കുന്നത്. നമ്മൾ ഇന്നാണ് ഷോപ്പിങ്ങിന് പോകുന്നത്. കുറച്ചധികം ലേറ്റ് ആയിപ്പോയി. അപ്പോൾ ഇത് ഇടാൻ ഭയങ്കര ലേറ്റ്. ഓൾറെഡി വാങ്ങി കഴിഞ്ഞിട്ടാവുന്നത്. ഇത് നമുക്ക് ബാഗ്, പെൻസിൽ, പെന്ന് അങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാമല്ലോ. അപ്പോൾ നമുക്ക് ഷോപ്പിലെത്തിയിട്ട് കാണാം. അപ്പോൾ ഗായ്സ് നമ്മളിതാ ഷോപ്പിലെത്തി. അപ്പോൾ ഫസ്റ്റ് തന്നെ എനിക്ക് ബാഗാണ് നോക്കുന്നത്. അമ്മയ്ക്ക് കഴിഞ്ഞ വർഷം ബാഗ് മേടിച്ചതുകൊണ്ട് ഇപ്രാവശ്യം മേടിക്കുന്നില്ല. എൻ്റെ 6th ബാഗാണ്. അപ്പോൾ ഇപ്പം ഞാൻ 8th ആയതുകൊണ്ട് ഞാൻ പുതിയ ബാഗ് മേടിക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ ബാഗ് നോക്കുകയാണെങ്കിൽ ഇപ്രാവശ്യം അവിടെ എന്തോ കളക്ഷൻ എനിക്ക് കുറവ് പോലെയാണ് തോന്നിയത്. കാരണം നമ്മൾ കുറച്ച് ലേറ്റ് ആയിട്ടാണല്ലോ മേടിക്കാൻ ചെന്നത്. അപ്പം കളക്ഷനൊക്കെ ഓൾറെഡി തീർന്നു പോയിട്ടുണ്ടാവും. കഴിഞ്ഞ പ്രാവശ്യമൊക്കെ കുറേ ഉണ്ടായിരുന്നു. പിന്നെ ബാഗ് നോക്കുന്നത് ഇവിടെ നിർത്തിയിട്ട് നമ്മൾ അമ്മയ്ക്ക് പൗച്ച്, ബോക്സ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ നോക്കാൻ വേണ്ടി ഇറങ്ങി. എനിക്ക് വാങ്ങുന്നില്ല കാരണം ഞാൻ വാങ്ങിക്കഴിഞ്ഞ് ഞാൻ അതിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഗൈസ് അവിടെ കുറേ വെറൈറ്റി റേസേഴ്സൊക്കെ ഉണ്ടായിരുന്നു. കാണില്ല, ഐസ്ക്രീമിൻ്റെ ഷേപ്പിലൊക്കെ ഉള്ള റേസർ. പിന്നെ അത് അമ്മയ്ക്കായിരുന്നു ഒരു പൗച്ച് ഇഷ്ടപ്പെട്ട്. അതിൻ്റെ പിങ്കും ബ്ലൂവും രസമുണ്ടായിരുന്നു. അമ്മയെ പറഞ്ഞു പിങ്ക് മതിയെന്ന്. പിന്നെ അമ്മ ബ്ലൂ ആണെന്നല്ല പറഞ്ഞപ്പം അവൾ ബ്ലൂ സമ്മതിച്ച്. അങ്ങനെ അവൾ ബ്ലൂ പൗച്ചാണ് എടുത്തത്. എൻ്റേതും ബ്ലൂ ആണ്, അമ്മേൻ്റെതും ബ്ലൂ ആണ്. അപ്പോൾ രണ്ടുപേര് കളർ സെയിം ആണ്. പിന്നെ അവിടെ എന്തൊക്കെയോ സംഭാഷണം അതിൻ്റെ ഇടയിൽ കൂടി ഉണ്ട്. പിന്നെ നെക്സ്റ്റ് ആയിട്ട് നമ്മൾ റേസറാണ് നോക്കുന്നത്. ഗൈസ് അങ്ങനെ അമ്മയെ ഒരു റേസർ എടുത്തിട്ട് അമ്മേനോട് അപേക്ഷിക്കുകയാണ് വാങ്ങാൻ. പക്ഷെ അമ്മ സമ്മതിച്ചില്ല. പിന്നെ ഒരു ചോക്ലേറ്റിൻ്റെ റേസർ കണ്ടില്ലേ, അത് ശരിക്കും ചോക്ലേറ്റിൻ്റെ സ്മെല്ലാണ് അതിന്. ശരിക്കും കാണാൻ എന്തൊരു ചോക്ലേറ്റ് പോലെ ഉണ്ട്. പിന്നെ അവിടെ വെറൈറ്റി പെന്നും അടിപൊളി വാട്ടർ ബോട്ടിൽസ് ഒക്കെ ഉണ്ട്. പിന്നെ നെക്സ്റ്റ് വാട്ടർ ബോട്ടിൽ നോക്കാൻ വിചാരിച്ച്. അവിടെയുള്ള അധികവും മറ്റേ ബട്ടൺ ആക്കിയിട്ട് തുറക്കുന്ന ടൈപ്പ് ആണ്. അപ്പോൾ എനിക്കാണെങ്കിൽ ഇപ്രാവശ്യം അങ്ങനത്തെ വാങ്ങാനായിരുന്നു തോന്നിയത്. അപ്പോൾ ഞാൻ അങ്ങനത്തെ തപ്പാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. മറ്റേ റെയിൻബോ കളറില്ലേ, അങ്ങനത്തെ സാധനമാണ്. പക്ഷെ അത് ഇവിടെ കാണുന്നില്ല. ഇത് കണ്ടില്ല ഗൈസ്, നല്ല രസമില്ലേ വാട്ടർ ബോട്ടിൽ. പിന്നെ അതിൻ്റെ ഇടയിൽ കൂടി അമ്മയെ എവിടേക്കോ പോയിട്ട് ഇതാ കണ്ടില്ലേ, ഞാൻ ഉദ്ദേശിച്ച സാധനം കണ്ടുപിടിച്ചന്ന്. ഞാനത് പറയുമ്പോൾ ത്തേക്കുള്ളത് എനിക്ക് എടുത്തന്ന്. അപ്പം ഞാനത് ഈ വർഷം കൊണ്ടുപോകാൻ വേണ്ടി ഉറപ്പിച്ച്. അത് 1 ലിറ്ററിൻ്റെ അല്ലേന്നാണ് ഞാൻ ചോദിക്കുന്നത്. പിന്നെ അടുത്ത അമ്മയ്ക്ക് വാട്ടർ ബോട്ടിൽ നോക്കാൻ വേണ്ടി പോവാണ്. അവളും അങ്ങനത്തെ സ്വിച്ച് നെക്കി തുറക്കുന്നതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അവിടെ അധികവും പ്ലാസ്റ്റിക് ബോട്ടിൽസ് ആണുള്ളത്, സ്റ്റീൽ കുറവാണ്. അപ്പം ഒരു ബോട്ടിലിൻ്റെ ഉള്ളിൽ തന്നെ 3 ബോട്ടിലുള്ള, 3അല്ല, ഒരു ബോട്ടിലിൻ്റെ ഉള്ളിൽ 2 ബോട്ടിലുള്ള ഒരു ബോട്ടിൽ അമ്മയെ കണ്ട്. അതെല്ലാം ഒരേ ഡിസൈനാണ്, സൈസ് മാത്രമേ വ്യത്യാസമുള്ളൂ. ഞാൻ വിചാരിച്ചു അതെടുത്ത് കാണിക്കുന്നുണ്ടപ്പോൾ അവളത് വാങ്ങുന്നു. പക്ഷേ അവളത് വാങ്ങിച്ചില്ല ഗൈസ്, വെറുതെ എടുത്തു നോക്കിയതാണ്. എന്തായാലും നല്ല രസമുണ്ടായിരുന്നത്. അമ്മ അത് എടുത്തോ പറഞ്ഞു, പക്ഷേ അവൾ കേട്ടില്ല, ഒക്കെ വേണ്ട പറഞ്ഞ്. പിന്നെ നെക്സ്റ്റ് അമ്മയ്ക്കുള്ള വാട്ടർ ബോട്ടിൽ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. എത്ര ടൈം ഒരു വാട്ടർ ബോട്ടിൽ നോക്കാൻ ഗൈസ്. പിന്നെ ഇതിൻ്റെ മൂടി ഇങ്ങനത്തെ ആട്ടോ. ഫസ്റ്റത്തെ പുറത്തുള്ളതിൻ്റെ മൂടി വ്യത്യാസമുണ്ട്. ഈ കാണുന്നതായിരുന്നു എൻ്റെ കഴിഞ്ഞ വർഷത്തെ വാട്ടർ ബോട്ടിൽ. അതിലും കുറച്ചുകൂടി വലിപ്പമുള്ളതാണ്. പിന്നെ അതേ കണ്ടില്ല, അമ്മയെ അതെ ഞാൻ വാങ്ങിച്ച അതേ സെയിം വേറൊരെണ്ണം കൂടി എടുത്തു കൊണ്ടുവന്നിട്ട് അതന്നെ ഓളും വാങ്ങി ഗൈസ്. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരെയും വാട്ടർ ബോട്ടിൽ സെയിം ആണ്. പിന്നെ ഞങ്ങൾ വീണ്ടും എനിക്കുള്ള ബാഗ് നോക്കാൻ വേണ്ടി ഇറങ്ങി. അപ്പോൾ ഞാൻ അവിടെ ഒരു പിങ്ക് ബാഗ് കണ്ട് ഗൈസ്, നല്ല ഭംഗിയുണ്ടായിരുന്നു. പക്ഷെ ഞാൻ ഇത് വാങ്ങൂല. കാരണം എന്താ വെച്ചാൽ ഇത് പിങ്ക് കളർ ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ ചെളിയായാൽ അറിയും. അപ്പം ഞാൻ വിചാരിച്ച് ബ്ലാക്ക് ബാഗ് മേടിക്കാനാണ്. അതാകുമ്പോൾ ചെളിയായാൽ അറിയില്ലല്ലോ. കഴിഞ്ഞ വർഷത്തെ എൻ്റെ ബ്ലൂ കളർ ബാഗായിരുന്നു. അപ്പം ഞാൻ അതിൻ്റെ കളർ ചേഞ്ച് ഉണ്ടോയെന്നാണ് നോക്കുന്നത്. ഇപ്പോൾ കണ്ടില്ല ഗൈസ്, ഇത്രയും ബാഗ്സ് ഉണ്ട്. എന്നാലും കഴിഞ്ഞ മറ്റെന്തെങ്കിലും കൂടുതലുള്ള പോലെയാണ് എനിക്ക് തോന്നിയത്. ചിലപ്പം എനിക്ക് തോന്നിയതായിരിക്കും. ഇനി നെക്സ്റ്റ് ആയിട്ട് നമ്മൾ ഗൈസ് അതിൻ്റെ ഇടയിൽ കൂടി അമ്മ അങ്ങനെ എന്തൊക്കെയോ നോക്കുന്നുണ്ട്. ഇതെന്താ പേഴ്സാന്ന് തോന്നുന്നു. ഞാൻ അവിടെ ബാഗ് തപ്പിക്കൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ ഇടയിൽ കൂടി വന്നിട്ട് ഇതൊക്കെ നോക്കലാണ് അവളെ പരിപാടി. പിന്നെ നെക്സ്റ്റ് നമ്മൾ കുറച്ച് പെന്ന്, പെൻസിൽ അങ്ങനത്തെ സ്റ്റേഷനറി ഐറ്റംസൊക്കെ മേടിക്കാൻ കയറി. അപ്പോൾ ഞാനൊരു ഫയൽ എടുത്ത്. പിന്നെ എനിക്ക് ഇത്ര കട്ടിയുള്ള ഫയൽ വേണ്ട.
ഭയങ്കര കട്ടിയാണ് ഇനി. പിന്നെ അമ്മയ്ക്ക് സ്കൂളിലേക്ക് ഫയൽ വേണം സ്കൂളിൽ വെക്കാൻ വേണ്ടി. അപ്പോൾ അതിന് അമ്മ ഒരു ഗ്രീൻ ഫയലെടുത്ത്. പിന്നെ അവിടെ കുറേ ഡയറി ഉണ്ട്. എനിക്കൊരു ഡയറി വാങ്ങണമെന്നുണ്ടായിരുന്നു, പക്ഷെ അമ്മ സമ്മതിച്ചില്ല ഗൈസ് ഉണ്ടാക്കാനാണ്. പിന്നെ എനിക്ക് ഫയൽ നോക്കാൻ വേണ്ടി കയറി. അതിൻ്റെ ഇടയിൽ കൂടി അമ്മേതാ എന്തൊക്കെയോ ക്രയോൺസ് ഒക്കെ എടുക്കുന്നുണ്ട്, പക്ഷെ അത്രയും വലിയതൊന്നും നമ്മൾ മേടിച്ചില്ല. പിന്നെ ഞാനൊരു ഫയൽ കണ്ട്. ഇങ്ങനത്തെ ഒരു ഫയൽ എൻ്റെ അടുത്ത് ഓൾറെഡി ഉള്ളതായിരുന്നു. ഇങ്ങനത്തെ ആകുമ്പോൾ ബാഗിൽ വെക്കാൻ സുഖമാണ്. പിന്നെ കണ്ടില്ലേ ഗൈസ്, ഈ ഡയറൊക്കെ ആയിരുന്നു എനിക്ക് വേണമെന്നുണ്ടായിരുന്നത്, പക്ഷെ വാങ്ങി തന്നില്ല. പിന്നെ ഗൈസ് അതാ അമ്മയ ഒരു ക്രയോൺ എടുത്തിട്ടുണ്ട്. പിന്നെ ആ ഫയൽ ഒഴിവാക്കി വേറെ ഫയൽ എടുക്കാൻ വേണ്ടി നോക്കുകയാണ്. പിന്നെ എന്തൊക്കെയോ എടുക്കുന്നുണ്ട് അമ്മയ, കണ്ടില്ലേ ഇതാ. ഇത് എന്താണെന്ന് വെച്ചാൽ നമ്മളെ വീട്ടിൽ വൈറ്റ് ബോർഡ് ഉണ്ട്, അപ്പോൾ അതിനുള്ള മാർക്കറാണ് ഇപ്പോൾ അമ്മ എടുത്തത്. പിന്നെ കഴിച്ച് ഞാൻ ഈ ഒരു അടിപൊളി ഡിസൈനുള്ള ഇത് അത്യാവശ്യം വലിയ കട്ടിയില്ല, എന്നാലും നല്ല കട്ടിയുള്ള ഫയലാണ്. അമ്മേൻ്റെ ഫയലിൻ്റെ അത്ര കട്ടിയില്ല, കാരണം എനിക്ക് അത്ര കട്ടി വേണ്ട. ആ ഫയൽ എടുത്തിട്ടുണ്ട്, നല്ല രസമുണ്ട് അത്. പിന്നെ ഫെവിക്കോള് നോക്കാൻ വേണ്ടി കയറി, ഗമ്മ്. അപ്പം ഒരു പുതിയ സാധനമില്ലേ ഫെവിക്കോളിൻ്റെ ഒരു എന്താ പറയുക പുഷിറ്റ് അങ്ങനെ എന്തോ ഒരു സാധനം, അതാണ് ഞാൻ ഈ പ്രാവശ്യം എടുത്തത്. അതാകുമ്പോൾ മൂടി കാണാണ്ടാവില്ലല്ലോ. പിന്നെ സ്റ്റിക്ക് എനിക്ക് ഇഷ്ടം പെൻറ്റോണിക്കിൻ്റെ ആണ്. അത് നല്ല ഒട്ടലുള്ള ഒരു ഗം സ്റ്റിക്കാണ്, പക്ഷെ അത് ഞാൻ അവിടെ കണ്ടില്ല, അപ്പം ഞാൻ ഫെവിക്കോളിൻ്റെ അടുത്ത്. പിന്നെ അവിടെ നല്ല കുഞ്ചിയൊക്കെ ഉണ്ട്. ഞങ്ങളിവിടെ കുഞ്ചി എന്നാണ് പറയുക, നിങ്ങളെന്താ പറയുക കമൻറ്റ് ചെയ്യുക. പിന്നെ എനിക്ക് പെന്ന് നോക്കുകയാണ്. അപ്പോൾ ഈ തവണ ബ്ലാക്ക് വാങ്ങണോ ബ്ലൂ വാങ്ങണോ എന്നാണ് വിചാരിക്കുന്നത്. അതിൻ്റെ ഇടയിൽ കൂടി അമ്മേതാ പെൻസിലൊക്കെ എടുത്തിട്ടുണ്ട്. ഞാൻ അങ്ങനെ കഴിഞ്ഞ വട്ടം ഞാൻ ബ്ലൂ ആയതുകൊണ്ട് ഈ വട്ടം ബ്ലാക്ക് പെന്നാക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ ബ്ലാക്ക് പെന്ന് തരികയാണ്. 3 എടുത്ത്. ഇനിയും പെന്ന് നോക്കാനുണ്ടോയെന്ന്. പിന്നെ എനിക്ക് ഈ പെന്നൊന്നും ഇഷ്ടമല്ല, ഒരു സുഖമില്ല. അമ്മ എനിക്ക് കുറേ പെൻറ്റോണിക്കിൻ്റെ ഒക്കെ എടുക്കുന്നുണ്ട് ഗൈസ്. പിന്നെ എനിക്കത് ഇഷ്ടമായിരുന്നു, പക്ഷെ അപ്പം എന്തോ എനിക്ക് വാങ്ങാൻ തോന്നിയില്ല. അങ്ങനെ ഞാൻ ആ 3 പെന്ന് എടുത്ത് ഗൈസ്. പിന്നെ നോക്കുന്നുണ്ട് പെന്ന്, പക്ഷെ ഒന്നും എടുത്തില്ല. പിന്നെ അമ്മയെ ഇറേസർ എടുക്കാൻ വേണ്ടിയിട്ട് കയറി. ആൾ കണ്ടില്ല ഐസ്ക്രീമിൻ്റെ ഷേപ്പുള്ള ഇറേസർ ഉണ്ട്. ശരിക്കും ഐസ്ക്രീമിൻ്റെ ഒരു പെട്ടിയാണ്, അതിൻ്റെ ഉള്ളിൽ വേറൊരു ചെറിയ ഇറേസറാണ് സംഭവം. അങ്ങനെ അവളത് വാങ്ങി. ഞാൻ സാധാ മാരത്തെ ഇറേസറാണ് വാങ്ങുന്നത്, എനിക്ക് അങ്ങനത്തെ ഇഷ്ടം. പിന്നെ വേറെ ടൈപ്പ് ഉണ്ടായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യം എൻ്റെ കട്ടർ എങ്ങനത്തെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സൈഡ് ഇറേസറും വേറൊരു സൈഡ് ഷാർപ്പ്നർ അങ്ങനത്തെ ആയിരുന്നു. എനിക്ക് അങ്ങനത്തെ ആയിരുന്നു ഇഷ്ടം. അതാകുമ്പോൾ ഒറ്റൊന്നും ഉണ്ടാവുമല്ലോ, കൊണ്ടുപോയാതല്ലോ. പക്ഷേ ഇവിടെ അതൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഒരു ഇറേസർ കട്ടറും സെപ്പറേറ്റ് ആയിട്ട് എടുത്തു, സാധാ അത്. പിന്നെ ഈ അമ്മ എന്താ നോക്കുന്ന, ഇവിടെയും കുറേ പൗച്ച് ഉണ്ട് കേട്ടോ ഗൈസ്, കണ്ടില്ലേ ഇതിൻ്റെ ഇടയിൽ പുറ്റും കുറ്റിയൊക്കെ. പിന്നെ അതാ സ്കെയിലൊക്കെ നോക്കുകയാണ് ഞാൻ. ഇറേസർ നോക്കി. പിന്നെ ഒരു ഗ്ലൂ എടുത്ത് ഞാൻ വീണ്ടും. ഇത് ഒരു പെന്നൊക്കെ പോലുള്ളൊരു ഗ്ലൂ ആണ്, കാണാൻ വൈറ്റ്നർ പോലെ ഗൈസ്. ഞാനതെടുത്ത്. പിന്നെ അമ്മയ്ക്ക് പെൻസിലാണ്, അപ്പോൾ അവൾ പെൻസിൽ നോക്കുകയാണ്. അങ്ങനെ അപ്സര എടുക്കാൻ പറഞ്ഞിട്ട് അവൾ ഇതാ വേറെ ഏതൊക്കെയോ തപ്പിയെടുക്കുന്നുണ്ട്. അപ്സര അവിടെ സൈലൻ്റ്, പക്ഷെ അത് അവൾ കാണുന്നില്ല. അപ്സരയ്ക്ക് പറഞ്ഞിട്ട് ഞാൻ അമ്മയൊക്കെ വേറെ ഏതൊക്കെയോ ആണ് എടുക്കുന്നത്. ഏറ്റവും മുകളിലായിരുന്നു അപ്സര ഉണ്ടായിരുന്നത്, പക്ഷെ അത് ആ സൈഡ് കണ്ടില്ല. അമ്മയ്ക്ക് അത് എടുത്തോന്ന് എനിക്കറിയില്ല, അപ്പം ഞാൻ എടുത്തു. അതവിടെ കണ്ടില്ലേ, അതിൻ്റെ ഇടയിൽ കൂടി പിന്നെ വേറെ ഏതൊക്കെയോ കമ്പനീൻ്റെ എടുത്ത്. അങ്ങനെ ലാസ്റ്റ് അപ്സര എടുത്തു ഗൈസ്. പിന്നെ ഇവിടെ കുറേ സ്റ്റീൽ പാത്രങ്ങളുണ്ട്, അതൊന്നും പിന്നെ നമുക്ക് വേണ്ട, നമ്മൾ സ്കൂൾ ഷോപ്പിങ്ങിനാണല്ലോ വന്നത്. പിന്നെ നെക്സ്റ്റ് നമ്മൾ എന്താ നോക്കുന്നത് വെച്ചാൽ ഇവിടെ പിന്നെ കുറേ ഹൗസ് വാമിങ്ങിനൊക്കെ കൊടുക്കാൻ പറ്റിയ ഫ്രെയിംസ്, അല്ലാണ്ട് വീട്ടിലൊക്കെ വെക്കാൻ പറ്റിയ അടിപൊളി ക്ലോക്ക്, സൈഡിൽ ഫ്രെയിമൊക്കെ ഉള്ള ക്ലോക്ക്, അങ്ങനത്തെ അടിപൊളി കളക്ഷൻസൊക്കെ ഉണ്ട്, കണ്ടില്ലേ. പിന്നെ അമ്മേതാ അതിൻ്റെ ഇടയിൽ കൂടി ഇതെന്താ സാധനം എനിക്ക് മനസ്സിലായില്ല, പൈസ ഇട്ടേക്കുന്ന പെട്ടിയാണെന്ന് തോന്നുന്നത്. ഒരു യൂണിക്കോണിൻ്റെ ഒക്കെ ചിത്രമുള്ളത്. അത് വെറുതെ നോക്കുകയുള്ളൂ ഗൈസ്, വാങ്ങൂല. പിന്നെ നെക്സ്റ്റ് ആയിട്ട് അമ്മയെ കഴിഞ്ഞ പോലെ വരെ പ്ലേറ്റ് ആയിരുന്നു ഉപയോഗിച്ചത്. ഇത് അവളെ ഫസ്റ്റ് ലഞ്ച് ബോക്സ് ആണ് ഗൈസ്. അവൾ LKG മുതൽ 3ാം ക്ലാസ് വരെ പ്ലേറ്റിലാണ് സ്കൂളിൽ നിന്ന് ഫുഡ് കഴിച്ചത്. അപ്പോൾ ഈ കൊല്ലം മുതൽ അവൾ വീട്ടിൽ നിന്ന് മതി എന്നാണ് പറയുന്നത്. അപ്പോൾ ഫസ്റ്റ് ലഞ്ച് ബോക്സ് ആണ്. അപ്പോൾ കുറച്ച് ടൈം എടുത്ത് അവളങ്ങനെ തരട്ടെ. അതിൻ്റെ ഇടയിൽ കൂടി ഞാൻ അവിടെ ഒരു അടിപൊളി കിവീൻ്റെ
ഒരു ലഞ്ച് ബോക്സ് കണ്ടത്. പക്ഷെ ഭയങ്കര ചെറുതാണ് ഗൈസ്, ചെറിയ കുട്ടികൾക്കൊക്കെ കൊണ്ടുപോകാൻ പറ്റിയ സാധനം. ഞാനത് അമ്മേനെ വിളിച്ച് കാണിച്ചെടുക്കാണ്. കണ്ടോ, എൻ്റെ കയ്യിൻ്റെ അത്രേ ഉള്ളൂ. പിന്നെ ഗൈസ് സ്നാക്സ് ബോക്സ് നോക്കുകയാണ്. അപ്പം അമ്മയ്ക്ക് ഒരു മിക്കി മൗസിൻ്റെ ആണ് അവൾ നോക്കുന്നത്. പക്ഷെ അതല്ല കേട്ടോ മേടിച്ചത്. പിന്നെ അതാ വീണ്ടും ലഞ്ച് ബോക്സ് നോക്കുകയാണ്. ആദ്യമായിട്ട് ലഞ്ച് ബോക്സ് വാങ്ങിയതുകൊണ്ട് കുറച്ച് സമയത്ത് തരുന്നോട്ടെ വിചാരിച്ച് അങ്ങനെ കുറേ നേരം തിരഞ്ഞ് അവൾക്കൊരു ലഞ്ച് ബോക്സ് കിട്ടിയിട്ടുണ്ട് ഗൈസ്. അപ്പം അത് കാണണമെങ്കിൽ നമ്മൾ അടുത്തത് പാർട്ട് 2 ആയിട്ട് ഷോപ്പിങ്ങിൻ്റെ സാധനങ്ങളൊക്കെ കാണിക്കുന്ന വീഡിയോ ഇടുന്നുണ്ട്. അപ്പം അത് കാണാൻ. പിന്നെ ഇവിടെ കുറേ കപ്പും വാട്ടർ ബോട്ടിൽസ്, ചെറിയ കുട്ടികൾ LKG കുട്ടികൾക്ക് അംഗനവാടിയിലൊക്കെ പഠിക്കുന്നവർക്ക് കൊടുക്കാൻ പറ്റിയ അങ്ങനത്തെ ചെറിയ ബോട്ടിൽസൊക്കെ ഉണ്ട്. പിന്നെ ഇവിടെ കുറേ ഈ കോപ്പ, ടിന്ന്, ഓരോന്നിട്ടൊക്കെയുള്ള പ്ലേറ്റ്, പൊട്ടുന്ന പ്ലേറ്റ്, അങ്ങനത്തെ കുറേ സാധനങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അവിടെ നിങ്ങളൊരു സാധനം കണ്ടില്ലേ, മൺചട്ടി പോലെ ഉണ്ടാവും കാണാൻ. പക്ഷെ ഇത് മണ്ണല്ല, ഇതെന്താ ഫൈബറാണെന്ന് തോന്നുന്നു. അങ്ങനെ അടിപൊളി സാധനങ്ങളൊക്കെ ഉണ്ട്. ഇതൊക്കെ നിങ്ങൾക്ക് ഹൗസ് വാമിങ്ങിനൊക്കെ ഗിഫ്റ്റ് എടുക്കാൻ പറ്റും. പിന്നെയാണ് ഓർത്തത് നെയിം സ്ലിപ്പ് എടുത്തില്ലല്ലോ എന്നുള്ളത്. അങ്ങനെ നമ്മൾ നെയിം സ്ലിപ്പ് എടുക്കാൻ പോയി. അമ്മേതാ ബാർബിയുടെ ഒക്കെയാണ് എടുത്തത്. ഞാൻ സാധാ സിമ്പിൾ ടൈപ്പ് നെയിം സ്ലിപ്പാണ് എടുത്തത്. പിന്നെ പിന്നെ നമ്മൾ കുട നോക്കാൻ വേണ്ടി പോവാണ്. ഇവിടെ കുറേ കുട ഉണ്ട്, കറുപ്പ്. പിന്നെ അമ്മയ്ക്ക് ഇങ്ങനത്തെ ഡിസൈനുള്ള കുടയൊക്കെയാണ് ഇഷ്ടം. അപ്പോൾ അവൾ ഗൈസ് ഇതൊരു ബ്ലൂ കളർ ഡിസൈനുള്ളൊരു കുട എടുത്ത്. ഞാൻ സിമ്പിളായിട്ടൊരു റെഡ് കളർ കുടയാണ് എടുത്തത്. പിന്നെ ഷോപ്പിംഗ് ഒക്കെ ചെയ്ത ക്ഷീണം കൊണ്ട് നമ്മൾ ഐസ്ക്രീം കഴിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഒരു ഐസ്ക്രീമൊക്കെ മേടിച്ചു. പിന്നെ നമ്മൾ ഇന്നത്തെ ഈ വർഷത്തെ ഷോപ്പിംഗ് കഴിഞ്ഞ് നമ്മൾ ഷോപ്പിംഗ് ചെയ്യാൻ വന്നത് 4 Point സൂപ്പർ മാർക്കറ്റിലാണ്. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ബൈ.